ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. വിശ്വാസികളെ സർവ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്താനും ജീവിക്കാനും എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവന് ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്റെ ജീവിതത്തിന് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത്, ഈ ഭൂമുഖത്തുള്ള നമ്മളെല്ലാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിലെ ഈ ഒരു കാലഘട്ടം. രണ്ടാമത്തേത് ദാറുൽ ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പുറത്തുള്ളത് എന്നാണ് അർത്ഥം. മൂന്നാമത്തേത് ദാറുൽ ആഖിറ. മരണശേഷം ബർസഖ് കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ ഒന്നടങ്കം അനുഭവിക്കാനിരിക്കുന്ന പരലോക ജീവിതമെന്ന അനശ്വരമായ നിത്യമായ എന്നെന്നും നിലനിൽക്കുന്ന ജീവിതം. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ ബർസഖ് എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ 100-ാമത്തെ ആയത്ത്, സൂറത്തുർ റഹ്മാനിലെ 20-ാമത്തെ ആയത്ത്, സൂറ ഫുർഖാനിലെ 53-ാമത്തെ വചനം. പക്ഷെ ഇതിൽ 2 ഘട്ടങ്ങൾ പറഞ്ഞത്, 2 ഇടത്ത് പറഞ്ഞത് ഭൗതികമായ ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴുള്ള പ്രയോഗമാണ് ബർസഖ് അഥവാ കടലുകൾക്കിടയിലുള്ള ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. കടലുകൾക്ക് രണ്ടിനും ഇടയിൽ ചില മറകളുണ്ട് എന്ന് പറഞ്ഞ സാധാരണ ഭൗതികമായ അർത്ഥത്തിലുള്ള പ്രയോഗം. നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള 2ാമത്തെ ജീവിതഘട്ടമായ ദുനിയാവിലെ ജീവിതം അവസാനിച്ച് പരലോക ജീവിതത്തേക്ക് എത്തുന്നതിനിടക്കുള്ള ഒരു മനുഷ്യ ജീവിതം, അതിനെക്കുറിച്ച് ഖുർആൻ ബർസഖ് എന്ന പ്രയോഗം നടത്തുന്നത് ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തുൽ മുഅ്മിനൂനിലെ 100-ാമത്തെ വചനത്തിലാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്. അങ്ങനെ അവർക്ക്, മനുഷ്യർക്ക് മരണം വന്നെത്തി കഴിഞ്ഞാൽ ഖാല റബ്ബി ഇർജിഊൻ. അവിശ്വാസികളായ ആളുകൾ പറയും, പടച്ചോനെ മരിപ്പിക്കാതെ എനിക്കൊരു മടക്കം നൽകുമോ, എനിക്കൊരു അവസരം കൂടി നൽകുമോ, ഒരു ചാൻസ് കൂടി നൽകുമോ. ലഅല്ലി അഅമലു സ്വാലിഹൻ. അങ്ങനെ നൽകിയാൽ ഞാൻ ഇതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ ഫീമാ തറക്തു, ഇതുവരെ ചെയ്യാതെ ഒഴിവാക്കിയ നല്ല കർമ്മങ്ങൾ എന്റെ പരമാവധി ഞാൻ അനുഷ്ഠിക്കാൻ തമ്പുരാനെ എന്ന് അവിശ്വാസി പശ്ചാത്തലിക്കും വിലപിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി കല്ല ഇന്നഹ കലിമ. അത് ഒരു വെറും വർത്താനാണ്, ഒരു ഉപകാരമില്ലാത്ത വർത്താനാണ്. അത് അവർ പറഞ്ഞോട്ടെ. അവരങ്ങനെ പറയും. കാരണം അതിനുശേഷം അവർക്ക് ഒരു ബർസഖ് ഈ കാലഘട്ടം അനുഭവിക്കുവാനുണ്ട്. ഇലാ യൗമി യുബ്അസൂൻ. എന്നാണോ അവർ
പുനരുദ്ധാരണം നടത്തപ്പെടുന്നത്, രണ്ടാമതൊരിക്കൽ കൂടി മരണത്തിൽ നിന്ന് അവരെ ജീവിപ്പിക്കുന്നത്, അതുവരെയുള്ള ഒരു ബർസഖി കാലഘട്ടം അവർക്ക് അനുഭവിക്കുവാനുണ്ട്. അതിലേക്ക് അവർ പോവുകയാണ്. അതുകൊണ്ട് ഒരു ചാൻസ് കൂടി കൊണ്ട എന്ന വർത്താനത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ബർസഖ് എന്താണ് ബർസഖി കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാ ബൈന ദുനിയ വൽ ആഖിറ, അത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടക്കുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് എത്തിയത് മുതൽ, അല്ലെങ്കിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ബീജമായി അണ്ടമായി വളരുന്നത് മുതൽ അവൻ മരണപ്പെടുന്നത് വരെയുള്ള ഭൗതിക കാലഘട്ടം, അതാണ് ഒന്നാമത്തെ ദുനിയാവിലെ ജീവിതം. അവസാനത്തേത് ആഖിറ, പരലോക ജീവിതം, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒരു മനുഷ്യൻ നയിക്കപ്പെട്ട് അവിടെ അനുഭവിക്കുന്ന നിത്യമായ ജീവിതം. അതിനിടക്കുള്ള അവര് ദുനിയാവിലെ ആളുകളുടെ കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം അതല്ല. പരലോകക്കാരുടെ കൂടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു നാളുള്ള ഒരു ജീവിതം വരാനുണ്ട്. അതിനും അല്ല, അതിന്റെ രണ്ടിന്റെയും ഇടക്കുള്ള ഒരു ജീവിതമാണ് ബർസഖി കാലഘട്ടം എന്ന് പറയുന്നത്. ഇത് രണ്ടിന്റെയും ഇടക്കുള്ള ഒരു ഘട്ടമാണ്. അറബി കവിതയിൽ ഒരു പഴയ അറബി കവിത നമുക്ക് ഇങ്ങനെ വായിക്കാം. മരണം എന്ന് പറയുന്നത് ഒരു ഡ്രിങ്ക്, ഒരു പാനീയമാണ്, ഒരു കപ്പാണ്, ഒരു കേഴ്സാണ്. എല്ലാ മനുഷ്യരും മനുഷ്യരെല്ലാവരും അത് കുടിക്കും, ആരും അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഖബർ എന്ന് പറയുന്നത് ഒരു വാതിലാണ്. എല്ലാ മനുഷ്യരും ആ വാതിലിലൂടെ പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള രണ്ട് ഘട്ടങ്ങളെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പരാമർശിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഖബർ ജീവിതത്തെ കുറിച്ച്, അദ്ദേഹം പരലോകത്തെ കുറിച്ചും അതേപോലെ തന്നെ സ്വർഗത്തെയും നരകത്തെയും കുറിച്ചും ഒക്കെ പറയുമ്പോൾ വല്ല കരയുമായിരുന്നു. എന്നാൽ ഖബർ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ, ബർസഖി കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോഴായിരുന്നു അദ്ദേഹം കൂടുതൽ കരയാറുണ്ടായിരുന്നത്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില വചനങ്ങളാണ്. ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ഖബർ ജീവിതം എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ഉമ്മരപ്പടിയാണ്, ഒരു സ്റ്റെപ്പാണ്. അവിടെ അതുവഴിയാണ് നമ്മൾ ആഖിറത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ പരലോകത്തേക്കുള്ള സ്റ്റെപ്പാവുന്ന ഈ ബർസഖി കാലഘട്ടത്തിൽ ഒരാൾ വിജയിച്ചാൽ അവന്റെ കാര്യങ്ങളൊക്കെ പിന്നെ എളുപ്പമായി. അതിൽ അവൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ, അതിൽ അവൻ വിജയിച്ചില്ലെങ്കിലോ, പരാജയപ്പെട്ടിട്ടില്ലെങ്കിലോ ശേഷം വരാനിരിക്കുന്നത് വല്ലാത്ത പ്രയാസകരമായ ഒരു കാലഘട്ടമായിരിക്കും. അള്ളാഹു പ്രയാസകരമായ ബർസഖി കാലഘട്ടത്തിൽ നിന്ന് നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ അങ്ങനെ ഒരു ജീവിതം, ഒരു ഖബർ ജീവിതം, ഒരു ബർസഖി കാലഘട്ടം എല്ലാ മനുഷ്യരും അനുഭവിക്കുകയാണ്. അത് മനുഷ്യൻ ഏത് അവസ്ഥയിൽ, ചില ഇപ്പോ ഇന്നത്തെ പുതിയ കാലഘട്ടത്തില് ഒരു പക്ഷെ ഗ്യാസ് ചേമ്പറിൽ ഇട്ടിട്ട് മനുഷ്യനെ കൊന്നിട്ട് മനുഷ്യരൊന്നുമല്ലാതെ, ധൂളികൾ പോലും ഇല്ലാതെ വെറും ഗ്യാസ് ആക്കി മാറ്റുന്ന രീതിയിലൊക്കെ മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഒരു മനുഷ്യനെ കടലിൽ കൊണ്ടുപോയി എറിഞ്ഞാൽ അവന്റെ ഒരു തുണ്ട് പോലും ബാക്കിയില്ല, അവനെ മുഴുവനും മത്സ്യങ്ങൾ തിന്നു കളയും, അല്ലെങ്കിൽ വമ്പൻ സ്രാവുകൾ വിഴുങ്ങി അവനെ ഒന്നുമല്ലാതാക്കും. വിമാനത്തിൽ വെച്ചൊക്കെ ഒരു പക്ഷേ ആക്സിഡന്റ് സംഭവിച്ചാൽ അവൻ കത്തിക്കരിഞ്ഞ് ഒന്നുമില്ലാതാകും. അതുകൊണ്ട് അവനെ നമ്മൾ ഖബറിൽ വെച്ചിട്ടില്ലല്ലോ, അവന്റെ ശരീരം ബാക്കിയില്ലല്ലോ, അതുകൊണ്ട് അവനെ എങ്ങനെയാണ് ഒരു ബർസഖി കാലഘട്ടം ഉണ്ടാവുക? ഇതൊക്കെ നമ്മുടെ യുക്തിയുടെ പരിമിതിയിൽ നമുക്ക് തോന്നുന്ന സംശയങ്ങളാണ്. മരിച്ചത് മുതൽ ജനിക്കുന്നത് വരെയുള്ള ഒരു കാലഘട്ടം ഏതെങ്കിലും ഒരർത്ഥത്തിൽ എല്ലാ മനുഷ്യരും അനുഭവിക്കുക തന്നെ ചെയ്യും. ആ ഒരു ഓർമ്മ മനുഷ്യർക്ക് ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ ഒരു ബർസഖി കാലഘട്ടത്തെ കുറിച്ച് ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പരാമർശിക്കുന്നത്. ഹദീസുകളിൽ അമ്പാട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനം, നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി. ഞാൻ നിങ്ങൾക്ക് പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ഖബർ സന്ദർശിച്ചുകൊണ്ട് അറേബ്യയിലുള്ള ആളുകൾ കാട്ടിക്കൂട്ടിയിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അലമുറയിട്ട് കരയലും അവരോട് പറയലും പ്രാർത്ഥിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പ്രബോധനം തുടങ്ങിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് പോണ്ട എന്ന് പറഞ്ഞു. ഖബർ സന്ദർശിക്കണ്ട. കാരണം എന്താ? അവിടെ ചെന്നാൽ നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ചെയ്യും, അവിടെ അത് പോണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ
ഇനി നിങ്ങൾ സന്ദർശിക്കുക. ഒരൽപ്പം ഇസ്ലാമിന്റെ ദാവത്തൊക്കെ വളർന്ന് ആളുകളുടെ വിശ്വാസമൊക്കെ ഉറച്ച് അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള ബോധം മനസ്സിലേക്ക് ശരിക്ക് കേറിയപ്പോ തന്റെ സ്വഹാബാക്കളോട് റസൂൽ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഖബർ സന്ദർശിക്കാം. എന്തിനു വേണ്ടി? ആ ഖബർ സന്ദർശനം നിങ്ങൾക്ക് മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നൽകും, മരണത്തെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾ ഖബർ സന്ദർശിക്കുക, ഖബർ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുമതി നൽകി. സ്വന്തം ഉപ്പാന്റെ ഖബറൊന്ന് പോയി കാണുക, സ്വന്തം ഉമ്മയുടെ ഖബറൊന്ന് പോയി കാണുക, സ്വന്തം കുടുംബത്തിൽ നിന്ന് മരിച്ചവരുടെ ഖബറൊന്ന് സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു മക്കബറയിൽ പോയാൽ ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെയോ ബീവിയുടെയോ തങ്ങളാണെന്ന് പറയപ്പെടുന്ന ആളുകളുടെയൊക്കെ ഖബറുകൾ ചെന്നാൽ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ, അതേപോലെ തന്നെ ആ പുതപ്പ് മൂടല്, വിസിന് പിടിക്കല്, അതേപോലെ തന്നെ ചില ഹോമങ്ങള്, മന്ത്രങ്ങള്, അവിടെ ചെന്നാൽ എന്തോ ചില ചിന്തകൾ ആ മനുഷ്യർക്ക് തോന്നുക. അവിടെ ചെന്നാൽ മരണവിചാരം ഒരാൾക്കും ഉണ്ടാവില്ല. എന്നാൽ സ്വന്തം രക്തത്തിൽപ്പെട്ട ഒരാള്, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, മരണപ്പെട്ടു പോയ എന്റെ അടുത്ത ബന്ധത്തിൽ ഒരു പക്ഷെ എന്റെ ജീവിത സഖി അല്ലെങ്കിൽ തന്റെ സഹയാത്രികൻ, അങ്ങനെയുള്ള ഒരാള് മരിച്ചു, അവരെ ഖബറിന് ചെന്ന് നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വികാരം എന്താ? നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താ? പഠിച്ചോനെ, നാളെ പിറ്റേന്ന് ഞാനും ഈ ഖബറിൽ കിടക്കേണ്ടവരാണല്ലോ. ഇന്നലെ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി വളരെ ആകസ്മികമായി ഒരു മരണപ്പെടുകയാണ്. എത്രയോ മരണങ്ങൾ നമ്മൾ കേൾക്കും. അതിന് പ്രായത്തിന്റെ വ്യത്യാസമില്ല, ജാതിയുടെ വ്യത്യാസമില്ല, ആർക്കും എപ്പോഴും സംഭവിക്കാം. കറണ്ട് ഷോക്ക് അടിച്ചിട്ടാണ് ഒരു കുട്ടി മരിച്ചത്. അള്ളാഹു പ്രയാസകരമായ ആകസ്മികമായ മരണങ്ങളിൽ നിന്ന് നമ്മളെ നമ്മുടെ കുടുംബത്തെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണം എന്ന് പറയുന്നത് ആർക്കും ഏത് പ്രായത്തിലും സംഭവിക്കാവുന്ന ഒന്നാണ്. അപ്പൊ അവിടെ നമ്മൾ ഉപ്പാന്റെ ഖബറുകൾ, ഉമ്മാന്റെ ഖബറുകൾ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കും അതൊരു നല്ല ചിന്ത, മരണത്തെ കുറിച്ചുള്ള ബോധം മനസ്സിലേക്ക് ഉണ്ടാക്കി തരുവാൻ കാരണമാകും. ഒരിക്കൽ എനിക്കും മരിക്കണം എന്ന ബോധം ഉണ്ടാകും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നമുക്കറിയാം, ഉമർ സാനി, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരിക്കൽ ഖബറിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുക. അദ്ദേഹം ഇങ്ങനെ ചോദിക്കാണ്, നല്ല നല്ല ആളുകളോട് മരണമേ എന്താണ് നീ ചെയ്തത്? ഈ നല്ല മനുഷ്യരോട് മരണമേ എന്താണ് നീ ചെയ്തത്? ആവർത്തിച്ച് അദ്ദേഹം ചോദിക്കുക. കൂടെയുള്ള ആളുകൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, അവരൊന്നും മിണ്ടുന്നില്ല. തുമ്മ ബക്ക, പിന്നീട് ഉമർ അബ്ദുൽ അസീസ് അദ്ദേഹം കരഞ്ഞു. ജലസ, എന്നിട്ട് അവിടെ ഇരുന്നു. തുമ്മ ആദയിലെന്നാസി, കുറെ ഇരുന്ന് കരഞ്ഞതിന് ശേഷം തന്റെ അനുയായികളുടെ അടുക്കലേക്ക് വന്നിട്ട് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, ആ തദറൂന മാതാ കാലൽ മൗത്തു, മരണമേ എന്താണ് നല്ല മനുഷ്യരോട് നീ ചെയ്തത് എന്ന് ഞാൻ മരണത്തോട് ചോദിച്ചപ്പോൾ എന്താണ് മരണം പറഞ്ഞ മറുപടി എന്ന് നിങ്ങൾക്കറിയുമോ? മരണം എന്താ മറുപടി പറയാ? ഒന്നും പറയില്ലല്ലോ. പക്ഷെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ലോകത്ത് നിന്ന് പറയുകയാണ്, മരണം എന്നോട് പറഞ്ഞു, മാതാക്കാലൻ മൗത്തു ഖാലു മാനദിരി, ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം പറയും, ഏറ്റവും ലളിതമായ കൺതടങ്ങളിൽ നിന്ന് ഞാൻ ആരംഭിച്ചു, പിന്നീട് കണ്ണുകളിലൂടെ പതുക്കെ അദ്ദേഹത്തെ ഞങ്ങൾ തിന്നു തുടങ്ങി. ഖബറിൽ ഒരു മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ണൂക്ക് എന്നൊക്കെ പറയുന്നത്, എന്നാൽ 3-ാം ദിവസം ഖബറിൽ വെച്ച ഒരാളുടെ കണ്ണ് താഴെ വീഴുമെന്നാണ് പറയാറുള്ളത്. വെച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരത്തെ പതുക്കെ മണ്ണ് തിന്നു തുടങ്ങും. ഏതൊരു മനുഷ്യന്റെയും ശരീരം അതിനകത്ത് കുറച്ചു കാലം ഉണ്ടാവുള്ളൂ, പിന്നീട് അത് മണ്ണോട് ചേർന്ന് പോകും. അങ്ങനെ പതുക്കെ മനുഷ്യനെ ഇതാ ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മരണം എന്നോട് പറഞ്ഞു എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണമെന്ന യാഥാർത്ഥ്യം അതൊരു സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയൊക്കെ പിടികൂടാനിരിക്കുന്ന ഒന്നാണ്. ആ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനുഭവിക്കുന്നത് ബർസഖി കാലഘട്ടമാണ്. അവിടെ പിന്നീട് ഒന്നുകിൽ ശിക്ഷ അല്ലെങ്കിൽ രക്ഷ. അള്ളാഹു നമ്മെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിലൂടെ പറയുന്നുണ്ട്, അന്നാർ യുഅറദൂന അലൈഹ അദുവം വഅശിയ, അവർക്ക് മുകളിൽ അന്നാർ നരകം, യുഅറദൂന അലൈഹ അദുവം വഅശിയ, ആ നരകത്തിന്റെ മുൻപിൽ അവരെ
രാവിലെയും വൈകുന്നേരവും കൊണ്ടുവന്ന് നിർത്തും. ഏത് മരണപ്പെട്ട ആളുകളെ, അല്ലെങ്കിൽ നരകത്തെ അവരുടെ മുൻപിൽ ഹാജരാക്കും. എന്നിട്ടോ ഖിയാമത്ത് നാളിന്റെ അന്ന് ഇത് ഫിർഔൻ ഫാമിലിയെ കുറിച്ച്, ഫിർഔന്റെ ആളുകളെ കുറിച്ചാ പറയുന്നത്. മൂസാ നബിയെ ശിക്ഷിച്ച ഫറോവക്കുള്ള ശിക്ഷ അല്ലാഹു പറയാണ്. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നരകത്തെ അവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കും. എന്നിട്ട് അവരോട് പറയും, ഇതാ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷ ഇതാണ്. അവസാനം ആ നരകത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പോ നരകത്തിൽ കിടക്കേണ്ടി വരുന്നു മാത്രല്ല, ഈ ബർസഖി കാലഘട്ടത്തിൽ ഓരോ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നരകം കാണേണ്ടി വരും. ആര്? അവിശ്വാസിയായിട്ടാണ് മരിക്കുന്നത് എങ്കിൽ. ഇസ്ലാമികമായി ശ്രദ്ധിക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹു ആ ഖബറിടത്തിലെ ശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയെ നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരാൾ മരണപ്പെട്ട അയാളെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും അയാളുടെ മുൻപിൽ അവന് പോവാനുള്ള സ്ഥലം, അവൻ ഇരിക്കാനുള്ള സ്ഥലം, അവൻ എടുക്കാൻ അത് എല്ലാ ദിവസവും അവന്റെ മുൻപിൽ ഹാജരാക്കും. സ്വർഗക്കാരനാണെങ്കിൽ സ്വർഗത്തെ ഹാജരാക്കും. നരകക്കാരനാണെങ്കിൽ അവന്റെ മുൻപിൽ എല്ലാ ദിവസവും നരകത്തെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, എന്നിട്ട് അവനോട് പറയും, ഇതാണ് നിനക്ക് പോവാനുള്ള സ്ഥലം. സ്വർഗം കാണിച്ചിട്ട് സ്വർഗക്കാരനോട് പറയും, നിനക്ക് പോവാനുള്ള സ്ഥലം ഇതാണ്. നരകം കാണിച്ചിട്ട് നരകക്കാരനോട് പറയും, നിനക്ക് പോവാനുള്ള സ്ഥലം ഇതാണ്. അള്ളാഹു ആ നരകശിക്ഷയിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് ഓരോ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി പറഞ്ഞു. തശഹുദ് നമുക്കറിയാം, നമസ്കാരത്തില് അത്തഹിയാത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ തശഹദ അഹദുക്കും, നിങ്ങൾ തശഹുദിൽ ഇരുന്നാൽ, അത്തഹിയാത്തിൽ ഇരുന്നാൽ, ഫൽയസ്തഅദ് ബില്ലാഹി മിൻ അർബഇൻ, 4 കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവോട് രക്ഷ ചോദിക്കുക. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് തശഹുദിൽ അത്തഹിയാത്തില്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അല്ലാഹുവേ നരക ശിക്ഷയിൽ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, അവസാന കാലത്ത് വരാനിരിക്കുന്ന മസീഹ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന ഈ 4 ഇസ്തിആദത്തുകൾ, രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ തശഹുദിൽ പറയുക. ഈ പ്രാർത്ഥന നമ്മൾ ഓരോ നമസ്കാരത്തിലും അത്തഹിയാത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന കൃത്യമല്ലാത്തവരുണ്ടെങ്കിൽ അത് കൃത്യമാക്കി പഠിച്ച് വെക്കണം, പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ കാണിക്കേണ്ടുന്ന ബാധ്യതയാണ്. നമ്മുടെ നമസ്കാരം, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, മക്കൾ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും മക്കള് നമസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മക്കളുടെ നമസ്കാരം പൂർണ്ണമാണ്, പഠിച്ചിട്ടുണ്ടോ, കൃത്യമാണ്. ആ രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുക. മുഅ്തസിലിയാക്കളും ഖവാരിജിയാക്കളും അവര് ഖബർ ശിക്ഷയെ നിഷേധിച്ച ആളുകളാണ്. ഖബർ ശിക്ഷയെ നിഷേധിച്ച ആളുകൾ മുഅ്തസിലിയാക്കളും ഖവാരിജിയാക്കളും. അവർ പറയും, അങ്ങനെ ഖബറിൽ ഒരു ശിക്ഷയൊന്നുമില്ല. അള്ളാഹ് അങ്ങനെ ഒരു ഖബർ, നമ്മുടെ നാട്ടിൽ കേരളത്തിന് മുമ്പൊക്കെ ചില ആളുകൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു, ഖബർ ശിക്ഷ ലോകപ്പ് മർദ്ദനാണ്, അതൊന്നും ഒന്നും ചെയ്യൂല. അള്ളാഹു റസൂൽ കൃത്യമായിട്ട് ഹദീസ് പഠിപ്പിച്ച ഒരു കാര്യമാണ് ഖബർ ശിക്ഷയെ കുറിച്ച്. ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള വാക്കാണ് ഖബർ ശിക്ഷയെ കുറിച്ച്. അതുകൊണ്ട് നമ്മളത് നിഷേധിക്കാൻ അള്ളാഹ് എങ്ങനെയാണ് ഇത് ചെയ്യുക, മരിച്ചവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? നമ്മൾ ഖബർ തുറന്നു നോക്കിയാൽ അത് കാണുന്നില്ലല്ലോ, അവിടെ ശിക്ഷ ഒന്നും നടക്കുന്നില്ലല്ലോ. നമ്മളെ കൂടെ കിടന്നുറങ്ങണേ അനിയൻ, അനിയത്തി, ഭാര്യ, ഭർത്താവ്, കുടുംബത്തിലൊരാള്, 2 ആള് 4 ആൾ ഒന്നിച്ച് കിടന്നുറങ്ങുക. ഒരാൾ സ്വപ്നം കണ്ടു, ഭയങ്കര സ്വപ്നം, ഒന്നുകിൽ ഒരു സന്തോഷമുള്ള സ്വപ്നം, അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന സ്വപ്നം. ഉറക്കത്തിന് എണീറ്റിട്ട് ഇയാളാകെ ബേജാറായി, ഇവിടെ അത് വന്നു, ഇത് വന്നു, മറ്റത് വന്നു. കൂടെ അടുത്തിരിക്കുന്ന ആളത് അറിയലെന്നല്ല. അപ്പൊ നമ്മളത് കണ്ടോളന്നൊന്നുമില്ല. അതൊക്കെ എങ്ങനെയാണ് അള്ളാഹു അത് അനുഭവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഹദീസിലും ഖുർആനിലും അത് നിഷേധിക്കാൻ നമ്മൾ ആളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ആ കാര്യം ശ്രദ്ധിക്കുക. ഖബർ ശിക്ഷയെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഖബർ ശിക്ഷ വരാൻ വേണ്ടി വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ കാരണങ്ങളാൽ ഖബർ ശിക്ഷ ഉണ്ടാവാം. ഒരിക്കലും വിശ്വാസം അങ്ങനെ ഒരു ഖബറിനടുത്തൂടെ നടന്നു പോകുമ്പോ ഒരു ഖബർസ്ഥാനം തന്നെ പോകുമ്പോൾ ഒരു ഖബറിന്റെ അടുത്തെത്തിയ വിശ്വാസം പറഞ്ഞു, ഇന്ന കുമാലയോ അദ്ദിബാനി, ഈ ഖബറിൽ കിടക്കുന്ന 2 ആൾക്കാർ ശിക്ഷ, ഈ 2 ഖബറിൽ കിടക്കുന്ന ആൾക്കാർക്ക്
ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം വലിയ കാരണമൊന്നും അല്ല. എന്താണത്? ഒന്നാമത്തെ ആളുകൾക്കിടയിലൂടെ നമീമത്തുമായിട്ട് നടന്നവനാണ്. ഏഷണി, പരദൂഷണം, മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം, ആ ഒരാൾക്കാണ് ഖബറിലെ ശിക്ഷ. ഇത് അള്ളാഹുവിന്റെ റസൂലിനെ സാധാരണ നിലക്ക് കാണൂല. പക്ഷെ വഹയിലൂടെ ആളുകൾക്ക് ചില കാര്യങ്ങൾ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ആളുകൾക്കിടയിൽ നമീമത്തുമായി നടന്ന ആള്, പരദൂഷണം പറഞ്ഞു നടന്ന ആൾക്ക് ഇപ്പൊ ഖബറിലെ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തതോ മറ്റേയാളോ ടോയ്ലറ്റിൽ പോകുമ്പോ അയാള് കൃത്യമായിട്ട് ഒരു മറ സൂക്ഷിക്കാറുണ്ടായിരുന്നു. ടോയ്ലറ്റ് നമ്മൾ യൂറിനലിൽ പോവുകയാണെങ്കിൽ, വാഷ്റൂമിൽ പോവുകയാണെങ്കിൽ, ബാത്റൂമിൽ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനൊരു ഒരു സിസ്റ്റം നമ്മുടെ പള്ളികളിലൊക്കെ അടച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഒരു ഭദ്രമായ രീതിയിലാണ് അത് ചെയ്യാറുള്ളത്. അല്ലാതെ ഓപ്പൺ ആയിട്ട് ഇപ്പോ പിന്നെ ചില സ്ഥലത്തൊക്കെ അങ്ങാടിയിലൊക്കെ നമുക്ക് നടന്നു പോകുമ്പോൾ കാണാം, ആരും ശ്രദ്ധിക്കാതെ ഓന്റെ കാര്യമാണ് സാധിക്കും. മറ്റേ കയ്യിൽ മൊബൈല്, ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നൃത്തമുണ്ട്. അതൊക്കെ വളരെ അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയ കാര്യമാണ്. സ്വകാര്യതകൾ സ്വകാര്യമായിട്ട് ചെയ്യണം. അങ്ങനെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ, മൂത്രമൊഴിക്കുന്ന സമയത്ത് മറ സ്വീകരിക്കാതെ ശ്രദ്ധിക്കാതെ, അതിലിപ്പോ എന്താ അത്ര എല്ലാവർക്കും ഉള്ളതല്ലേ? നമ്മൾ അങ്ങനെയൊക്കെയുള്ള ചില കമന്റ്സ് ആണ് ചില കുട്ടികൾ, ചില ആളുകൾക്കിടയിലൊക്കെ ഉണ്ടാവാം. അതിനിപ്പോ എന്താ, അതൊക്കെ പത്ര മറച്ചൊക്കെ ഉണ്ടോ? എല്ലാം ഓപ്പൺ ആണ്, ഇതും ഓപ്പൺ ആണ്. അങ്ങനെ ആകാൻ പാടില്ല. ചിലതിന് ചില സീക്രട്സ് ഉണ്ട്, അത് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ മറ സ്വീകരിക്കാത്തവരാണ് ഖബർ ശിക്ഷയിൽ രണ്ടാമത്തവൻ. ഇതിന് വിശ്വാസനമുക്ക് അള്ളാഹ് കൊടുത്ത ഒരു നിർദ്ദേശം എന്ന നിലക്ക് അയാൾക്ക് അള്ളാഹ് കൊടുത്തൊരു ആനുകൂല്യമാണ്. ആ ഖബറിന്റെ രണ്ടിന്റെ മുകളിൽ ഒരു അറാക്കിന്റെ കൊള്ളി കുത്തിയേക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ എന്താണ്, മരുഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാ. ഒരു കൊള്ളി ഈ ഖബർമലും കുത്തി, ഒരു കൊള്ളി ആ ഖബർമലും കുത്തി. എന്നിട്ട് വിശ്വാസം പറഞ്ഞു, ഈ രണ്ട് കമ്പ് ഉണങ്ങുന്നത് വരെ ഒരു പക്ഷെ അവർക്ക് അള്ളാഹു ആ ശിക്ഷക്ക് ഒരു ശിക്ഷക്കൊരു കുറവ്, ശമനം നൽകിയേക്കാം എന്ന് വിശ്വാസന്മാർ പറഞ്ഞു. എന്നിട്ട് അവിടെ രണ്ട് കമ്പ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഖബറിന്റെ മുകളിലൊക്കെ ഒരു പച്ച കമ്പ് കുത്തി വെക്കാറുള്ളത്. പണ്ഡിതന്മാർ അതിന് ചിലരൊക്കെ ഇതില്ല എന്ന് പറയുന്നത് ഏതായാലും ആ നിലക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഖബറിലെ ആളുകൾക്ക് ശിക്ഷ കിട്ടിയത്. ഖബർ ശിക്ഷ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ബർസഖി കാലഘട്ടം ഒരു സത്യമാണ്. മരണശേഷം നമ്മൾ പ്രവേശിക്കുന്നത് അതിലേക്കാണ്. അതിനുശേഷമാണ് യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നത്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയും സ്വീകരിക്കപ്പെടുന്നത്, തീരുമാനിക്കപ്പെടുന്നത് ഈ ബർസഖി കാലഘട്ടത്തിലെ നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ബർസഖി കാലഘട്ടം നമ്മൾ മാത്രം ഒറ്റക്കുള്ള, ആരൊക്കെ ജീവിതത്തിൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടായാലും, ആരൊക്കെ കൂടെ ഉണ്ടായാലും, എത്ര വലിയ ഇൻഫ്ലുവൻസർ ആയിരുന്നാലും, ആരൊക്കെ എന്തൊക്കെ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചാലും, ഖബറില് നമ്മളെല്ലാരും ഒറ്റക്കാണ്. ആ ഖബറിലെ അനുഭവമാണ് പിന്നെ വരാനിരിക്കുന്നത് സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളാണ് ഖബറിലെ ശിക്ഷക്ക് കാരണമാകുന്നത്. ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങളാണ് ഖബറിൽ രക്ഷപ്പെടുവാനും കാരണമാണ്. അതുകൊണ്ട് ദുനിയാവില് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഖബർ ജീവിതത്തെ നന്നാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അപ്പൊ നമ്മുടെ ആഖിറവും നന്നാവും. ആ രീതിയിൽ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി കാഫത്തൽ ലിന്നാസ് വൽ തബ്ശീർ വൽ ഇൻദാർ വഅലാ ആലിഹി വൽ അബ്റാർ വഅലാ അസ്ഹാബിഹി അൽ-അസ്ഫിയാ അൽ-ഖിയാം വദാമ السماوات والارض ما تركت الظلمات الانوار ما تقضى വിശ്വാസം ഉദ്ദേശിക്കുകയാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത, അക്സിറൂമിന് ദിക്രി ഹാദിമില്ലല്ല, നിങ്ങൾ മരണത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക. ശാസ്ത്രം പറഞ്ഞ കാര്യമാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടുള്ള ഗുണം ഇമാം ഖുർത്തുബി റിപ്പോർട്ട് ചെയ്യുന്നു. 3 ഗുണങ്ങൾ മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഒന്നാമത്തേത് താജീലു തൗബ, നമ്മൾ തൗബ പെട്ടെന്നാക്കും. മരണത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് തൗബ ചെയ്യും. തെറ്റ് ചെയ്താൽ പടച്ചോനെ മരിക്കണമെന്ന നിലയ്ക്ക് പെട്ടെന്ന് തൗബ ചെയ്യും. രണ്ടാമത്തേത് ഖനാഅത്തുൽ ഖൽബ്, മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് തൗബ ചെയ്യുമ്പോൾ ഹൃദയത്തിനൊരു തൃപ്തി അനുഭവിക്കാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്, ഇതൊരു സമാധാനമുണ്ട്. ആ ഒരു സമാധാനം, ആശ്വാസം അനുഭവിക്കാൻ സാധിക്കും. ഇബാദ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്കൊക്കെ ഒരു ഉണർവ് കിട്ടും. വെറുതെ നിസ്കരിക്കുന്നതിന് പകരം ഒരു ബോധത്തോടെ നിസ്കരിക്കുമ്പോഴുള്ള ഒരു ഗുണല്ലേ, അത് കിട്ടും. ഇതാണ് മരണചിന്ത കൊണ്ടുള്ള 3 ഗുണങ്ങൾ. ഇനി മരണത്തെ കുറിച്ച് ചിന്തിക്കാതിരുന്നാലുള്ള 3 നഷ്ടങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു. ഒന്നാമത്തേത്
പിന്നെ തൗബ നീട്ടി വെക്കും. ചെയ്യാലോ, സമയമുണ്ടല്ലോ. എന്റെ സീനിയേഴ്സ് എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, ഓരൊക്കെ മരിച്ചിട്ടല്ല, അപ്പൊ ഞാൻ മരിക്കോ, ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നീട്ടി വെക്കും. രണ്ടാമത്തേത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ. പോരല്ലോ, ഇത്ര പോരല്ലോ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അതൊരു സുഖമാണ് ജീവിതത്തിന്. അതിന മനസ്സിന്റെ ഒരു സമ്പന്നത ഉണ്ടല്ലോ. അൽഹംദുലില്ലാ, ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ, ഉള്ളതിന് ഖൈർ എന്ന് പറയുന്ന ഒരു അവസ്ഥ അവന് കിട്ടൂല. അവന് പോരാ പോരാ പോരാ, അങ്ങനെ പോയും ആ രീതിയിലേക്ക് ആവുന്ന ഒരു അവസ്ഥ അവനുണ്ടാകും മരണത്തെ മറന്നാൽ. മൂന്നാമത്തെ ഇബാദത്തിനോടൊക്കെ ഒരു മടിയേക്കാരൻ. അതുകൊണ്ട് നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുക, റബ്ബിനോട് ചോദിക്കുക. റബ്ബ് നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ബുധനാഴ്ച 23-ാം തീയതി ബുധനാഴ്ച മമ്പാട് ഐക്യ ഹാളിൽ വെച്ചിട്ട് രാത്രി അൻസാർ നന്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. കഴിയുന്ന പരിപാടി സംബന്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഒരു സുഹൃത്ത് എരഞ്ഞിക്കൽ നജീബ് സാഹിബ്, അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു